എങ്ങോട്ടാ ദിവാകര നീ പായണേ? വടിവാട് വാസു ജയിലിൽ നിന്ന് വരുന്നു. സ്നേഹം നിറഞ്ഞ പരമോളിയന് 3-4 ദിവസങ്ങൾക്കകം ഞാൻ ജയിലിൽ നിന്നിറങ്ങും. നേരെ അങ്ങോട്ടായിരിക്കും വരിക. ഞാൻ ജയിലിൽ പോവാൻ കാരണക്കാരനായ ആ ഗുണ്ടുമണി ഇപ്പോഴും അവിടെ വിലസ് നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവനെ എനിക്കൊന്ന് നേർക്കുനേർ കാണണം. പിന്നെ എനിക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞ ആ ഇടിവെട്ടിച്ചത്ത പാപ്പച്ചന്റെ മകൻ ആന്റണി ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ. അവനോടും ചിലതൊക്കെ പറഞ്ഞു തീർക്കാനുണ്ട്. നമ്മുടെ വീടിന്റെ ചായ്പിനോട് ചേർന്ന് 2 വടിവാൾ, മുനയൊടിഞ്ഞ ഒരു കൊടുവാൾ, പിന്നെ കുറച്ച് ഇടിക്കട്ടകളും ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്. അതിപ്പോഴും അവിടെ ഉണ്ടെന്ന് അളിയൻ ഉറപ്പുവരുത്തണം. ശേഷം നേരിൽ വാസു. എന്റെ ആലിശ്ശേരി ഭഗവതി, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നേ? ഇവിടെ ആരുമില്ലേ? എടോ നായരെ, വരൂ വരൂ, ഇങ്ങോട്ട് ഇരിക്കുക. അങ്ങനെ ഇരുത്താൻ നോക്കണ്ട നായരെ. വടിവാൾ വാസു ജയിലിൽ നിങ്ങോട്ട് എഴുന്നള്ളുന്നു അറിഞ്ഞു. ഇവിടെ ആരൊക്കെ ഒലത്താൻ? കുണ്ടുമണി അവന് ശരിക്കും അറിയില്ല. ഈ ആനമണി പഞ്ചായത്തിൽ അവൻ കാല് കുത്തിയ അവന്റെ ഭരതകാലി ഞാൻ വെട്ടിയെടുക്കും. അപ്പൊ പിന്നെ അവൻ ഒറ്റക്കാലിൽ ഓന്തി നടക്കണത് നമ്മളൊക്കെ കാണേണ്ടി വരില്ല മണിച്ചേട്ടാ. അത് വേണ്ട, ബാക്കിയുള്ള ഇടത്തേക്കാലം എനിക്ക് വേണം. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? നേരെ സാക്ഷി പറഞ്ഞൊക്കെ ശരി തന്നെയാ. പക്ഷെ അവൻ ഇങ്ങോട്ടാ വരുന്നതെങ്കിൽ പാട്ട് വന്നിയ വേട്ടയാടും പോലെ ഈ ആന്റണി പറഞ്ഞതാ. കൊക്കിന് ജീവൻ വേണമെങ്കിൽ വേറെ എവിടെങ്കിലും പോയി പേച്ചോളം പറയാനോട്. അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ നായരും തയ്യാറായിക്കോ. അവൻ വരട്ടെ, എന്താ നടക്കുന്നതെന്ന് കാണാമല്ലോ. ചുമ്മാ അങ്ങ് കാല് വെട്ടിക്കളയാൻ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ഒരു സത്യം ഞാൻ പറയാം, വാസുവിനെ പേടിച്ചിട്ടാ അവന്മാരിവിടെ വന്ന് തുള്ളിയത്. അതെനിക്ക് നിശ്ചയമാ. നിങ്ങൾ പറയുന്ന പോലെ ഒന്നും അല്ല. രണ്ടും കൽപ്പിച്ച് ഒരുമിട്ട് തന്നെ അവന്മാരെ ഇറങ്ങിയിരിക്കുന്നത്. വാസുവിനൊരു കത്തെഴുതിയാലോ, ഇങ്ങോട്ട് വരണ്ടെന്നും പറഞ്ഞു. അതെന്ത് മര്യാദയാടി? തന്തയും തള്ള ആരെന്നറിയാതെ ചെറുപ്രായത്തിലെ നമ്മോട് കൂടെ കൂടിയവനവൻ. ഈ മണ്ണിൽ എന്തെങ്കിലും വിളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവന്റെ കൂടെ വിയർപ്പ് വീണിട്ടാ. നമ്മുടെ കൂടെ ആവശ്യത്തിനാ അവൻ ജയിലിൽ പോയത്. കവളപ്പാറത്തോട്ടത്തിൽ തുരിശടിക്കാൻ നിന്ന അമ്മാവനെ പ്രായം പോലും നോക്കാതെ ചാറ്റമഴയത്തിട്ട് വർക്കിംഗ് കൂട്ടരും ചവിട്ടി മെതിച്ചപ്പോ വാസുവെ ഉണ്ടായിരുന്നുള്ളൂ രക്ഷിക്കാൻ. വർക്കിയുടെ 4 വിരലും കാൽപാദവും വെട്ടി വീഴ്ത്തിട്ടാ അവൻ അമ്മാവനെയും ചുവന്ന് 8 കിലോമീറ്റർ നടന്ന് ഇവിടെ എത്തിയത്. അതുകൊണ്ടാ നടക്കാൻ വയ്യെങ്കിലും ജീവനോട് ആളെ തിരിച്ചു കിട്ടിയത്. അങ്ങനെയുള്ളവനോട് ഇങ്ങോട്ട് വരണ്ടാന്ന് എഴുതുകയെ. നന്ദികേടാത് ഭഗവതി പൊറുക്കില്ല. പഴംപുരാണം പറഞ്ഞോണ്ടിരുന്നോ? ഈ മുറ്റത്ത് ചോര വീഴുന്ന കാണാൻ എനിക്ക് വയ്യ. പ്രായം തികഞ്ഞേക്കുന്ന ഒരു പെണ്ണാ നമുക്കുള്ളത്. കെട്ടും കുത്തും ശവംവീഴിലും കഴിഞ്ഞ് കെട്ടിച്ചു വിടാൻ ആര് ബാക്കിയുണ്ടാവും ആർക്കറിയാം. നല്ല ബുദ്ധി തോന്നുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അവനൊരു കത്തെഴുതും. അവള് പറഞ്ഞതിലും കാര്യമുണ്ട്. അപ്പോ വരണ്ടാന്ന് കത്തെഴുതാനോ? അത് വേണ്ട, അത് നന്ദി കേട് തന്നെയാ. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഒഴിഞ്ഞു പോവുക. ഒഴിഞ്ഞു പോവേ? എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. പറയാൻ എളുപ്പമാ. കാലിന് സുഖമില്ലാത്ത അമ്മാവനെയും കെട്ടുപ്രായമായ പെണ്ണിനെയും ഈ അസുഖക്കാരിയും കൊണ്ട്. പരമു, പൂവമ്പാറയുടെ ജോസൂട്ടി ഈ പറമ്പിനും വീടിനും വില പറഞ്ഞാലേ 2 or 3 കുറഞ്ഞാലും അങ്ങ് കൊടുത്തേക്ക. കഴിഞ്ഞ ഓണത്തിന് വന്നപ്പോ ആ വസ്തു ബ്രോക്കർ വല്ലഭം പറഞ്ഞ ഓർമ്മയില്ലേ? ഇവിടെ വിറ്റേച്ചങ്ങ് വാളയാറിലേക്ക് വാ, നല്ല ഒന്നാന്തരം തെങ്ങും തോപ്പും വീടും തരപ്പെടുത്തി തരാമെന്ന്. അങ്ങോട്ട് ഉടനെ വരുന്നു പറഞ്ഞ് വല്ലഭനൊരു കാർഡിടുക. വാസു ഇങ്ങെത്തുന്നതിന് മുമ്പ് ഇതൊക്കെ നടന്നിരിക്കണം. ഈ മുറ്റത്ത് ചോരപ്പുഴ ഒഴുകുന്നത് കാണാൻ എനിക്കും വയ്യ. പൊട്ടുന്ന സാധനങ്ങളാണ്, സൂക്ഷിച്ചോണ്ടേ. എന്നാത്തിനാ? ഒന്ന് കുനിയടി. എന്നാ ആകെ ഉള്ളത് വിറ്റ് പെറുക്കി കിട്ടിയ സമ്പാദ്യമായി ഈ ചാക്കിനകത്ത്. ഒരു ഈച്ചയ്ക്ക് പോലും സംശയം തോന്നരുത്. ആര് ചോദിച്ചാലും പച്ചക്കറിയാന്നേ പറയാവൂ. എടി മല പറഞ്ഞ് പണം തട്ടുന്ന കാലപാടിയത്. ഓ, 100ാം പ്രാവശ്യം മുത്തശ്ശൻ ഇത് പറയുന്നേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നാലാ ബാക്കിയുള്ളവർക്ക് സംശയം തോന്നുന്നു. എന്താ ഇത്? വിരമിക്കാതെടോ, ഈ തന്റെ മടിയിൽ തന്നെ ഇരുന്നോട്ടെ.
എന്നെ ഈ ചാക്കോട് കൂടി തന്നെ ഇയാളെ ബസ്സിനകത്തോട്ട് കയറ്റിയാൽ മതി. എന്തിനാ കഴുത്തെ ലോക്കറിന് പകരം ചാക്കിട്ട്? ഏടോ സ്വർണ്ണക്കട്ടി വല്ല ഇതിനകത്ത് 15 ലക്ഷം രൂപ വെച്ച് കുറച്ച് പച്ചക്കറികളാ. പച്ചക്കറിക്കൊക്കെ ഇപ്പൊ എന്താ വില ജോഡി മക്കളെ? കരാറ് പറഞ്ഞ് ഉറപ്പിച്ചല്ലോടൂ. എന്നെ ഈ കസര കൂടി തന്നെ എടുത്ത് ബസ്സിലോട്ട് കയറ്റടൂ. അങ്ങനെ പോട്ടെ. ചിലർ വിചാരിക്കും ഇതിനകത്ത് 15 ലക്ഷം രൂപ കിട്ടുന്നത്. ഇത് കുറച്ച് വാഴക്കന്നാ. ഇതിനകത്ത് കാശാന്ന് നാട്ടുകാർക്കെല്ലാം ഇപ്പൊ ബോധ്യമായിട്ടുണ്ട്. മാറി മാറി വരുന്ന സർക്കാരുകളുടെ കോൺട്രാക്ടേഴ്സിനോടുള്ള കണ്ണിൽ ചോരയില്ലാത്ത നടപടികൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾക്കറിയോ, 25 വർഷം മുമ്പ് പണിതീർത്ത ഒരു കൊച്ചു കലിങ്ങിന്റെ ബില്ല് കഴിഞ്ഞ ആഴ്ചയാണ് സർക്കാർ എനിക്ക് മാറി തന്നത്. സമൂഹത്തിന്റെ മുന്നിൽ കോൺട്രാക്ടേഴ്സ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന പലരും ഇന്ന് അർദ്ധ പട്ടിണിക്കാരും പാപ്പരുമാണ്. അവരിൽ ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. മിസ്റ്റർ ദിനേശൻ കൊണ്ടോടി. എവിടെ നോക്കിയാണ് നടക്കുന്നത്? ലേറ്റായി പോയി, ട്രാഫിക്കിൽ പെട്ടുപോയതുകൊണ്ടാ. ഇതാണ് ദിനേശൻ കൊണ്ടോടി, കൊച്ചിയിലെ പ്രശസ്തമായ കൊണ്ടോടി കൺസ്ട്രക്ഷൻസ് കമ്പനിയുടെ ഉടമ മഹേന്ദ്രൻ കൊണ്ടോടിയുടെ മകൻ. ഇനി ദിനേശന് പറയാനുള്ളത് പറയാം. അല്ല, എന്തു പറയാൻ? തന്റെ അനുഭവങ്ങൾ മറ്റുള്ളവരായിട്ട് പങ്കുവയ്ക്കാം. നമസ്കാരം. ഞാൻ മൈക്ക് വേണ്ടായിരുന്നു. ചെറിയ ചെറിയ മരാമത്ത് പണികളൊക്കെ ചെയ്തായിരുന്നു അച്ഛൻ്റെ തുടക്കം. ജോലിയിലെ കണിശതയും ആത്മാർത്ഥതയും സത്യസന്ധതയും കൊണ്ടാണ് അച്ഛന് ഉയർച്ചയുണ്ടായതെന്ന് മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഞാൻ അഭിമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ജനുവരിയോടുകൂടി അച്ഛൻ വലിയൊരു കടക്കണിയിലായി. ബില്ലുകൾ മാറിക്കിട്ടാത്തതുകൊണ്ട് കടമെടുത്ത പണത്തിന് പലിശ പോലും കൊടുക്കാൻ പറ്റിയില്ല. വകുപ്പ് മന്ത്രിയുടെ പിന്നാലെ ഒരുപാട് നടന്നതാ. നീതിക്ക് വേണ്ടി പലതവണ കോടതിയും കയറി. പക്ഷേ കടക്കാരുടെ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും സഹിക്കാൻ വയ്യാതെ കഴിഞ്ഞ വർഷം മാർച്ച് 19 അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തു. പിന്നെ വൈകിയെത്തിയ കോടതി വിധിയാണ് ബില്ല് മാറാൻ സഹായിച്ചത്. കടമൊക്കെ വീട്ടിൽ കഴിഞ്ഞപ്പോൾ ഞാനും അനിയത്തിയും മാത്രം ബാക്കിയായി. താമസിച്ചിരുന്ന വീട് ഭൂപണ ബാങ്കുകാർ ജപ്തി ചെയ്തു. കോൺവെന്റ് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതുകൊണ്ട് അനിയത്തിക്ക് കിടപ്പാടം പ്രശ്നമായില്ല. ഈ അടുത്ത കാലത്ത് അച്ഛൻ്റെ പേരിൽ വന്നൊരു കത്താണ് എന്നെ പാലക്കാട് എത്തിച്ചത്. 2 വർഷം മുമ്പ് വാളയാറിലൊരു വീടിനും പറമ്പിനും 5 ലക്ഷം രൂപ അച്ഛൻ അഡ്വാൻസ് കൊടുത്തിരുന്നു. ബാക്കി 1 വർഷത്തിനുള്ളിൽ കൊടുത്തോളാന്നുള്ള എഗ്രിമെന്റ് കാലാവധിയൊക്കെ കഴിഞ്ഞെങ്കിലും ബാക്കി തുക കൊടുത്ത് ആ സ്ഥലം ഏറ്റെടുക്കണമെന്നും പറഞ്ഞ് നല്ലവനായ പിഷാരടി ചേട്ടൻ അയച്ച കത്താണ് എനിക്കിപ്പോൾ ഒരു പിടിവള്ളിയായത്. ആ സ്ഥലം മറ്റാർക്കെങ്കിലും വിറ്റ് അച്ഛൻ കൊടുത്ത അഡ്വാൻസ് തുക എനിക്ക് തിരിച്ചു തരാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് വസ്തു വാങ്ങാൻ ആളെ തേടി നടക്കുകയായിരുന്നു. ഇന്ന് ആ സ്ഥലത്തിന്റെ ആധാരം എഴുത്താ. ഇതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് വേണം എനിക്കും എൻ്റെ പെങ്ങൾക്കൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ. വസ്തു വാങ്ങുന്നവർ എന്നെ കാത്തു നിൽക്കാവോ? സോറി ദിനേശ, നമുക്ക് രാഹുകാലത്തിന് മുമ്പ് ബാറിൽ എത്തണ്ടേ? ഷാരടി ചേട്ടൻ. അതെ, ഞാൻ തന്നെ. ഓ, എന്തേലും ആവശ്യമുണ്ടെങ്കിൽ അസോസിയേഷനെ ബന്ധപ്പെട്ടാൽ മതി.